6 മാസങ്ങൾക്ക് മുൻപ് ബി.ജെ.പി. ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് പിടിച്ചെടുത്ത സംസ്ഥാനമാണ് രാജസ്ഥാൻ. എന്നാൽ അതിനുശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് തകർന്നടിയുകയും ബി.ജെ.പി. സംസ്ഥാനം തൂത്തുവാരുകയും ചെയ്തു. ഇതേ തുടർന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് 8 സീറ്റുകൾ കരസ്ഥമാക്കി. കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിച്ച 3 സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം തൂത്തുവാരിയ ബി.ജെ.പിക്ക് നേടാൻ സാധിച്ചത് വെറും 5 സീറ്റുകൾ മാത്രമാണ്. രാജസ്ഥാനിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. തോൽവിയുടെ ഉത്തരവാദിത്തം ആരോപിച്ച് പാർട്ടിക്കുള്ളിൽ തമ്മിലടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗെഹ്ലോട്ട് രാജിവെക്കണമെന്നും പകരം ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവും ശക്തമാണ്. ഗെഹ്ലോട്ടിലുള്ള വിശ്വാസം തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ആശ്വാസം നൽകുന്ന വിജയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയം. ജൂൺ 10 നടന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് ജൂൺ 12 ബുധനാഴ്ചയാണ്. സംസ്ഥാനത്തെ 11 ജില്ലകളിലായി 15 തദ്ദേശ സ്ഥാപനങ്ങളിലെ 16 വാർഡുകളിലാണ് മത്സരം നടന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.